ഒരുപാട് പേരൻസ് വരുമ്പോൾ എന്നോട് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, ഡോക്ടർ ഈ ഹോമിയോ മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഞാൻ കഴിക്കുന്ന ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ ഞാൻ നിർത്തേണ്ടി വരുമോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് ക്ലിയർ ചെയ്താലോ. ആദ്യം തന്നെ ഹോമിയോ മരുന്നാണെങ്കിലും അലോപ്പതി മരുന്നാണെങ്കിലും എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സ്ട്രെങ്ത്തുമുണ്ട്, ലിമിറ്റേഷൻസുമുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൺവെൻഷണൽ മെഡിസിൻസ് യൂസ് ചെയ്യുന്ന അസുഖങ്ങളായ നമ്മുടെ ഡയബറ്റിസ് അഥവാ ഷുഗർ, പ്രഷർ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, തൈറോയ്ഡ് രോഗങ്ങൾ, അലർജി രോഗങ്ങൾ, മൈഗ്രെയിൻ, ആസ്മ എന്നിങ്ങനെ രോഗങ്ങളിൽ തുടർച്ചയായിട്ടും ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ ഇവർക്ക് നമുക്ക് ഹോമിയോപ്പതി മരുന്ന് വളരെ സേഫായിട്ട് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ ഇതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പതുക്കെ നമുക്ക് ഇംഗ്ലീഷ് മരുന്നുകളുടെ ഡോസ് കുറച്ച് കൊണ്ടുവരാവുന്നതുമാണ്. അപ്പോൾ നമ്മൾ ഹോമിയോ മെഡിസിൻസ് ഈ ഇംഗ്ലീഷ് മരുന്നുകൾ, അതായത് ഈ ഷുഗറിനും അതുപോലെ ആസ്മയ്ക്കും അലർജിക്കും ഒക്കെ കഴിക്കുന്ന ഇംഗ്ലീഷ് മരുന്നുകളുടെ കൂടെ ഹോമിയോ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവുന്നതല്ല. ഏത് സിസ്റ്റം ഓഫ് മെഡിസിൻ ആണെങ്കിലും, അതിപ്പോൾ ഹോമിയോപ്പതി ആയിക്കോട്ടെ കൺവെൻഷണൽ മെഡിസിൻ ആയിക്കോട്ടെ, നമുക്ക് പേഷ്യൻസിന് ഒരു കംപ്ലീറ്റ് ക്യൂർ കൊടുക്കാനാണ് നമ്മൾ നോക്കുന്നത്.